Dear students, welcome to English class. Today it is 9th standard English, first lesson, first part. 9th ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠഭാഗം ഒന്നാമത്തെ പാഠം ഒന്നാമത്തെ ഭാഗമാണ്. The name, the title, the race. പാഠഭാഗത്തിന്റെ തലവാചകം മത്സര ഓട്ടം. The Race, written by Nisha Punjabi, a woman writer, a journalist, ഒരു പത്രപ്രവർത്തക, ഒരു സ്ത്രീ ആണ് ഈ ചെറുകഥയുടെ ഓതർ. കഥയുടെ പേര് The Race. ഇൻട്രൊഡക്ഷനിലേക്ക് വരാം. At the end of a game or a sporting event, ഒരു ഗെയിം നടക്കുമ്പോൾ, ഒരു കളി നടക്കുമ്പോൾ, ഒരു സ്പോർട്സ് ഈവന്റ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ കായിക മത്സരം നടക്കുമ്പോൾ, ഓർ എ സ്റ്റേജ് ഈവന്റ്, ഒരു വേദിയിൽ ഒരു കലാമത്സരം നടക്കുമ്പോൾ, there may be winner and loser. വിജയമുണ്ട്, പരാജയപ്പെട്ട ആളുണ്ട്. ആൻഡ് വി അപ്രീഷിയേറ്റ് ദ വിന്നർ. അതാണ് പുസ്തകത്തിൽ പറഞ്ഞത്. ആൻഡ് വി അപ്രീഷിയേറ്റ് അപ്രീഷിയേറ്റ്, അംഗീകരിക്കുക. ഇവിടെ അർത്ഥം കൺഗ്രാജുലേറ്റ്, അഭിനന്ദിക്കുക. ഇനി അപ്രീസിയേഷൻ എന്ന വാക്കിന് ആസ്വാദനം എന്നർത്ഥമുണ്ട്. ഇവിടെ കൊടുക്കേണ്ട അർത്ഥം വി കൺഗ്രാജുലേറ്റ് ദ വിന്നർ. തീർച്ചയായിട്ടും വിജയിയെ നമ്മൾ അനുമോദിക്കാറുണ്ട്, അഭിനന്ദിക്കാറുണ്ട്. വി കൺഗ്രാജുലേറ്റ്. ആൻഡ് വാട്ട് അബൌട്ട് ദ ലൂസർ? പക്ഷെ അവിടെ ഏതെങ്കിലും കാരണവശാൽ ആ വിജയം നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയുടെ അവസ്ഥ എന്താണ്? ആൻഡ് വി യൂഷ്വലി അപ്രീഷിയേറ്റ് ദി വിന്നർ ഓർ ദി റെക്കോർഡ് ബ്രേക്കർ. ചിലപ്പോൾ മത്സരത്തിൽ അതുവരെയുള്ള റെക്കോർഡ്, സർവകാല റെക്കോർഡ്, അത് ബ്രേക്ക് ചെയ്തവരുണ്ടാവാം. ഇപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം PT ഉഷ മാതിരിയുള്ള അതുവരെയുള്ള സ്പോർട്സ് ഗെയിംസ് റെക്കോർഡ്സ്, എസ്പെഷ്യലി റണ്ണിങ്, ഓട്ടത്തിൽ, സ്പ്രിന്റ്, ഓട്ട മത്സരത്തിൽ, അത് ആ മത്സരം തിരുത്തി കുറിച്ച് ഉസൈൻ ബോൾട്ട്, അതുമാതിരിയുള്ള ഓട്ടപ്പന്തയക്കാർ, ഇവരൊക്കെ റെക്കോർഡ് ബ്രേക്കേഴ്സ് ആണ്. ഓൾ ദോസ് പീപ്പിൾ ആർ കൺഗ്രാജുലേറ്റഡ്. അവരൊക്കെ അഭിനന്ദിക്കപ്പെടാറുണ്ട്. Shouldn't we encourage the losers too? And there is a winner and there may be many losers. Only one winner and many losers. വിജയം ഒരാളാണ്, ഫസ്റ്റ്. ബാക്കി പരാജിതരല്ല. ആ വിജയസ്ഥാനം നഷ്ടപ്പെട്ടവര്, ഫസ്റ്റ് പ്ലേസ് നഷ്ടപ്പെട്ടവര്. അതാണ് ലോസർ. ലോസ്, നഷ്ടപ്പെടുക. വിൻ, നേടിയെടുക്കുക. വിന്നർ, വൺ ഹു വിൻസ്. കണ്ട, വിജയി, വിജയിക്കുന്ന ആള്. ലൂസർ, വൺ ഹു ലൂസേഴ്സ്, ലൂസ് ചെയ്യുന്ന ആള്, നഷ്ടപ്പെടുന്ന ആള്, പരാജിതൻ അല്ലെങ്കിൽ വിജയം കൈമോശം വന്ന ആള്. അവരെ നാം എൻകറേജ് ചെയ്യണ്ടേ? എൻകറേജ്, യു നോ ദ വേർഡ് കറേജ്. കറേജ്, ധൈര്യം. അതിനെ ക്രിയാരൂപത്തിൽ ഉപയോഗിക്കുന്നതാണ് എൻകറേജ്, ധൈര്യപ്പെടുത്തുക. മേക്ക് കറേജിയസ്. കണ്ട, മേക്ക് കറേജിയസ്, ധൈര്യപ്പെടുത്തുക. അതിനെ വിപരീതമായിട്ട് ആ പദത്തെ വിപരീത പദം ഉപയോഗിക്കാം. കണ്ട, ഡിസ്കറേജ്, അധൈര്യപ്പെടുത്തുക. കറേജ്, മിഡിൽ വേർഡ്. അതിനെ ധൈര്യപ്പെടുത്തുമ്പോൾ എൻകറേജ്. ആ ധൈര്യം ഇല്ലാതാക്കുമ്പോൾ, നോക്കൂ, അങ്ങനെ ചെയ്യല്ലേ, അങ്ങോട്ട് പോകല്ലേ, അത് ചെയ്യല്ലേ, ഓടല്ലേ എന്ന് പറയുമ്പോൾ ആ അധൈര്യം, അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിൽ പറയാം. നേരെമറിച്ച് ചെയ്യേണ്ട കാര്യത്തിൽ അത് ഭയപ്പെടുത്തരുത്, അങ്ങോട്ട് പോകരുത്, അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് ഡിസ്കറേജിങ് ആണ്. അയ്യോ, പട്ടാളത്തിൽ ചേരല്ലേ എന്നൊക്കെ പറയുമ്പോൾ പട്ടാളത്തിൽ ചേരണം. ധൈര്യമുള്ള യുവാവിന് പട്ടാളത്തിൽ ചേരുക അതുപോലെ അഭിമാനകരമായിട്ട് മറ്റൊന്നില്ല. അവിടെ പോയാൽ വെടി വയ്ക്കപ്പെടും,
യുദ്ധം ചെയ്യേണ്ടി വരും. എങ്ങനെ ഡിസ്കറേജ് ചെയ്യുക അല്ല വേണ്ടത്, കറേജ്. യെസ്, കൻ ബിക്കം സച്ച് എ ഗ്രേറ്റ് സോൾജിയർ. നിനക്ക് അറിയപ്പെടുന്ന ഏറ്റവും ഉന്നതനായ ഒരു യോദ്ധാവായിട്ട് മാറാൻ കഴിയും എന്നവന് കറേജ് കൊടുക്കുന്നതാണ് എൻകറേജ്. നീ അങ്ങോട്ട് പോകണ്ട, ശത്രു രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും, മരിച്ചു പോകും എന്നൊക്കെ പറയുന്നതാണ് ഡിസ്കറേജ്. ഇതാണ് കറേജ്, എൻകറേജ്, ഡിസ്കറേജ്. So it is our duty to encourage the losers also. And we always congratulate, appreciate the winner. Okay. And we have to console, ആശ്വസിപ്പിക്കണം, and encourage, ധൈര്യപ്പെടുത്തണം the loser to. അങ്ങനെ ലൂസറായ ഒരാളെ ആ ഒരു മത്സരത്തിൽ, പന്തയത്തിൽ വിജയം കൈവരിക്കാനാവാതെ പോയ കുട്ടിയെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്ന വിധം അവനെ ധൈര്യപ്പെടുത്തുന്ന ഒരു കോച്ചിന്റെ കഥ. അതായത് ഒരു മോട്ടിവേഷൻ സ്റ്റോറി. ഒന്നാമത്തെ പാഠമാണ്, അതിനൊരു മെസ്സേജ് ഉണ്ടാവും, ഒരു സന്ദേശം ഉണ്ടാകും, ഒരു മോറൽ സൈഡ് ഉണ്ടാവും. ആ മോറൽ സൈഡ് കൂടെ മോട്ടിവേഷനാണ്. അതായത് ധൈര്യമില്ലാത്ത ആളെ, നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന ആളെ പ്രേരിപ്പിക്കുക. ടു ഡു വർക്ക്, ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുക. ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് ആ വർക്ക്. Yes, that was introduction, and come to the first para. The race. Nisha Punjabi. Tarun was a mediocre student. His grades could barely satisfy his parents, and he was not a good singer, dancer, painter, or even an actor. He always thought of himself as the black sheep of the family. His elder brother, who was pursuing a degree in engineering from a reputed college, always made the family proud. But Tarun was never good at anything like that. So the story, short story written by Nisha Punjabi. It is a story of a little boy. ഒരു കുട്ടിയുടെ കഥയാണ്. നെയ്മഡ് തരുൺ. കുട്ടിയുടെ പേര് തരുൺ. ആൻഡ് ഹി ബിലോങ്സ് ടു എ റിച്ച് ഫാമിലി. അവനൊരു സമ്പന്ന കുടുംബത്തിലെ കുട്ടിയാണ്. ഓൾ അതർ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ആർ വെൽ ഏർണിംഗ്. ആ കുടുംബത്തിൽ മറ്റുള്ളവരൊക്കെ നന്നായി പഠിക്കുന്നവരാണ്. മേ ബി എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ്, ബാങ്ക് ഓഫീഷ്യൽസ്, ഓർ കോളേജ് ലെക്ചേഴ്സ് ഓർ ടീച്ചേഴ്സ്, അങ്ങനെയുള്ളവരൊക്കെയാണ്. ബട്ട് തരുൺ, ഹീസ് ക്വൈറ്റ് ഡിഫറൻറ്റ്. പക്ഷെ തരുൺ, അവന്റെ പ്രകൃതം തികച്ചും വ്യത്യസ്തമാണ്. നമുക്ക് വായിച്ചു നോക്കാം. Tarun was a mediocre student. Mediocre, having middle position, having average position. അതായത് ശരാശരിക്കാരനായ ഒരു കുട്ടി. നോട്ട് അറ്റ് ഓൾ ഹൈലി ടാലന്റഡ്. അവൻ വലിയ ടാലന്റുള്ള പഠനത്തിൽ ഏറ്റവും മികവ് പുലർത്തുന്ന കുട്ടിയല്ല, മോശക്കാരനല്ല. ആൻഡ് മീഡിയം സ്റ്റേജാണ്, ഒരു ശരാശരി അവസ്ഥയാണ്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് സാറ്റിസ്ഫാക്ടറി ടു ദ ഫാമിലി. പക്ഷെ കുടുംബത്തിന് അത് പോരാ. ഓൾ ആർ ടാലന്റഡ്. എല്ലാവരും നല്ല കഴിവുള്ളവരാണ് അവിടെ. വെൽ സ്റ്റഡീഡ്, നന്നായി പഠിച്ചവരാണ്. ഹൈലി ഏർണിംഗ്, നല്ല വരുമാനം നേടുന്നവരാണ്. ബട്ട് തരുൺ ഇൻ ഹിസ് ചൈൽഡ്ഹുഡ്, അവന്റെ കുട്ടിക്കാലത്ത് എ മീഡിയേക്കർ ബോയ്, എ മീഡിയം ടാലന്റഡ്, ഹാവിംഗ് മിഡിൽ പൊസിഷൻ, അത് ആ കുടുംബത്തിന് ഇഷ്ടപ്പെട്ടില്ല. Tarun was a mediocre student. His grades could barely satisfy his parents. Barely. അത് ബാർലി എന്നൊന്നല്ല, ബെയർ. ഹാർഡ്ലി, ബെയർലി എന്നൊക്കെ സ്കേഴ്സിലി, ഇങ്ങനെ 3 പദങ്ങൾ ഓർത്ത് വെക്കുക. ഹാർഡ്ലി
ഒട്ടുമില്ല എന്ന അർത്ഥം കിട്ടും. ബെയർലി ഒട്ടുമില്ല എന്നർത്ഥം കിട്ടും. ആൻഡ് സ്കേഴ്സിലി ഒട്ടുമില്ല. അതിൽ ഈ എന്ന ആ ശബ്ദം വരുന്ന 3 പദങ്ങൾ ഓർത്ത് വെക്കുക. ഇത് നെഗറ്റീവ് ടേമാണ്. ഇല്ല ഇല്ല എന്നർത്ഥം കിട്ടും. അതായത് അവിടെ ആ പദം മാറ്റിയിട്ട് നിങ്ങൾ നോട്ട് എന്ന പദം കൂട്ടിച്ചേർത്ത്, നിഷേധ പദം കൂട്ടിച്ചേർത്ത് വായിച്ചാൽ കറക്റ്റ് മീനിങ് കിട്ടും. ഹിസ് ഗ്രേഡ്സ് കുഡ് നോട്ട് സാറ്റിസ്ഫൈ ഹിസ് പാരൻസ്. കണ്ടോ ഇവിടെ കൊടുത്ത എന്താണ്? ഹിസ് ഗ്രേഡ്സ് കുഡ് ബെയർലി സാറ്റിസ്ഫൈ ഹിസ് പാരൻസ്. അപ്പോഴെങ്ങനെ മാറ്റി വായിക്കാം? ഹിസ് ഗ്രേഡ്സ് കുഡ് നോട്ട്, കുഡിൻഡ്. അവന്റെ ഗ്രേഡിന് അവന്റെ അച്ഛനമ്മമാരെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ല. സാറ്റിസ്ഫൈ മലയാളം എഴുതി വെച്ചത് അതിന് വേരിയേഷൻ കിട്ടേണ്ടിയിട്ടാണ്, എങ്കിലേ കിട്ടുള്ളൂ. സാറ്റിസ്ഫൈ ക്രിയാരൂപമാണ്, തൃപ്തിപ്പെടുത്തുക. സാറ്റിസ്ഫൈ അതിന് നാമത് നോക്കൂ. സാറ്റിസ്ഫാക്ഷൻ നൗൺ, സംതൃപ്തി. സാറ്റിസ്ഫാക്ഷൻ അതിന് അഡ്ജക്റ്റീവ് നോക്കൂ. സാറ്റിസ്ഫാക്ടറി, തൃപ്തികരമായ. ഇനി അതിന് ആഡ്വർബ് ഉണ്ട്, സാറ്റിസ്ഫാക്ടറിലി, തൃപ്തികരമായിട്ട്. ഷീ സാറ്റിസ്ഫാക്ടറിലി വൺ ഇറ്റ്. അവളത് തൃപ്തികരമായ രീതിയിൽ തന്നെ നേടിയെടുത്തു. ഹി കാൺഡ് സാറ്റിസ്ഫൈ ഹിസ് പാരൻസ്. അവന് അവന്റെ അച്ഛനമ്മമാരെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല. ദേ ഗോട്ട് സാറ്റിസ്ഫാക്ഷൻ. അവർക്ക് അവന്റെ നേട്ടത്തിൽ തൃപ്തി തോന്നി. സാറ്റിസ്ഫാക്ഷൻ. ആൻഡ് ഇറ്റ് ഈസ് എ സാറ്റിസ്ഫാക്ടറി വർക്ക്. ഇത് വളരെ തൃപ്തികരമായൊരു പ്രവൃത്തിയാണ്. ഇങ്ങനെ ഒരു പദം പഠിക്കുമ്പോൾ അതിന്റെ നാമരൂപവും അതിന്റെ ക്രിയാരൂപവും അതിന്റെ ആഡ്വർബ് രൂപവും അതിന്റെ അഡ്ജക്റ്റീവ് രൂപവും പഠിച്ചു വെക്കണം. ക്രിയയ്ക്ക് മാറിയാൽ അല്ലെങ്കിൽ ഒരു പദം മാറിയാൽ 4 രൂപങ്ങളിലേക്കാണ് വരിക. അതിന് ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സാറ്റിസ്ഫൈ വെർബാണ്, തൃപ്തിപ്പെടുക. ആൻഡ് സാറ്റിസ്ഫാക്ഷൻ തൃപ്തിയാണ്. സാറ്റിസ്ഫാക്ടറി അത് തൃപ്തികരമായ. അതിൽ ഒരെണ്ണം മാഷ് എഴുതിയിട്ടില്ല, അതുകൂടി ഇവിടെ ചെറുങ്ങനെ എഴുതി വെക്കുന്നത് ശ്രദ്ധിക്കാം. സാറ്റിസ്ഫാക്ടറിലി, തൃപ്തികരമായിട്ട്. സാറ്റിസ്ഫാക്ടറിലി, തൃപ്തികരമായി. ആഡ്വർബാണ്. അപ്പോഴൊരു പദം 4 രൂപത്തിലേക്ക് മാറാം. അതിന്റെ ആദ്യ പദമാണ് നമ്മൾ ഇവിടെ തുടങ്ങി വെച്ചത്. സാറ്റിസ്ഫൈ തൃപ്തിപ്പെടുക, തൃപ്തിപ്പെടുത്തുക. സാറ്റിസ്ഫാക്ഷൻ തൃപ്തി. സാറ്റിസ്ഫാക്ടറി തൃപ്തികരമായ. സാറ്റിസ്ഫാക്ടറി തൃപ്തികരമായിട്ട്. പാഠഭാഗം നമുക്ക് എവിടുന്ന് മലയാളം കിട്ടും? അതല്ല ആവശ്യം. വി ഹാവ് ടു ഗെറ്റ് ഇംഗ്ലീഷ്. വി ഹാവ് ടു ലേൺ ഇംഗ്ലീഷ്. വി ഹാവ് ടു ഗെറ്റ് ദ മോഡിഫൈഡ് ടേംസ് ഓഫ് ദ വേർഡ്സ്. നമുക്കൊരു വാക്ക് കിട്ടിയാൽ അതിന്റെ മോഡിഫൈഡ് ടേംസ് പറയാൻ പറ്റണം, എങ്കിലേ ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഈ പാഠഭാഗങ്ങൾ പോകുന്നത്. നോക്കൂ, വൺസ് അഗെയിൻ, തരുൺ വാസ് എ മീഡിയേക്കർ സ്റ്റുഡൻറ്. തരുൺ ഒരു ശരാശരി വിദ്യാർത്ഥിയാണ്. ഹിസ് ഗ്രേഡ്സ് കുഡ് നോട്ട് സാറ്റിസ്ഫൈ ഹിസ് പാരൻസ്. അവന്റെ ഗ്രേഡുകളൊന്നും അവന്റെ അച്ഛനമ്മമാർക്ക് തൃപ്തികരമായിരുന്നില്ല. ആൻഡ് ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ. അവൻ ഒരു നല്ല ഗായകനല്ല, ഡാൻസർ, നൃത്ത ചുവടുള്ള ആളല്ല, പെയിന്റർ, അവനൊരു ചിത്രകാരനല്ല, ഓർ ഈവൺ എൻ ആക്ടർ, അവനൊരു അഭിനേതാവുമല്ല. ദാറ്റ് മീൻസ് he hasn't any particular talent in such things. കലകളിലൊന്നും അവന് പ്രത്യേകിച്ച് താല്പര്യമില്ല. So he was not at all noted. അവൻ ശ്രദ്ധിക്കപ്പെടുന്ന ആളായിരുന്നില്ല, പഠനത്തിലും ഇല്ല. പക്ഷേ he always thought of himself as the black sheep of the family. അതുകൊണ്ട് അവന് തന്നെ ഒരു മാർക്ക് ഇട്ടു, ഒരു ഗ്രേഡ് ഇട്ടു. ഞാൻ കുടുംബത്തിൽ അത്ര കൊള്ളരുതാത്ത ആളാണ്, മറ്റുള്ളവരെ കൊള്ളാവുന്നവനല്ല. അതുകൊണ്ട് ഐ ആം എ ബ്ലാക്ക് ഷീപ്പ്. കണ്ട, ബ്ലാക്ക് ഷീപ്പ് അതൊരു ഇഡിയമാണ്, ശൈലിയാണ്. എ ലോ ഗ്രേഡഡ് പേഴ്സൺ. ഞാനൊരു ലോ ഗ്രേഡഡ് പേഴ്സൺ ആണ്. ഐ ആം എ ബ്ലാക്ക് ഷീപ്പ്. നമ്മുടെ ബ്ലാക്ക് ഹോഴ്സ് എന്ന് പറയുന്നത് തിരിച്ചാണ്. മറ്റുള്ളവരെ വെട്ടി നിരത്തി വിജയം നേടുന്ന ആൾക്കാണ് കറുത്ത കുതിര എന്ന് പറയുക, ബ്ലാക്ക് ഹോഴ്സ്. അത് 18-ാം വയസ്സിൽ ഒളിമ്പിക്സ് വിജയം നേടിയ, പ്രത്യേകിച്ചും ബോറിസ് ബക്കറെ, വിംബിൾഡൺ നേടിയ, 4 തവണ വിംബിൾഡൺ നേടിയ 18, 19, 20, 21 വയസ്സുകളിൽ ജർമ്മൻകാരനായ ബോറിസ് ബക്കർക്ക് അന്ന് ഇന്ത്യൻ എക്സ്പ്രസിനും ഹിന്ദുവിനൊക്കെ കൊടുക്കുന്ന പേരായിരുന്നു
ദ ബ്ലാക്ക് ഹോഴ്സ് എന്ന്, കറുത്ത കുതിര എന്ന്. ഇവിടെ ബ്ലാക്ക് ഷീപ്പാണ് അർത്ഥം മാറുന്നത്, അതായത് low graded person. So Tarun himself graded him among the black sheep. അതുകൊണ്ട് അവനെ തന്നെ അല്പം തരം താഴ്ത്തിയാണ് കണ്ടത്. എനിക്കിതിനൊന്നും കഴിയുന്നില്ലല്ലോ മറ്റുള്ളവരെ പോലെയെന്ന്. Who was and his elder brother, ഇനി അവന്റെ മൂത്ത ജ്യേഷ്ഠനാകട്ടെ, elder brother, മൂത്ത ജ്യേഷ്ഠനാകട്ടെ, who was pursuing a degree in engineering, കണ്ടോ, pursuing, continuously moving or continuously learning, doing, നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതാണ് pursue, continue the work, continue the task, that is pursue. മൂത്ത ആള് എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്, അവൻ എഞ്ചിനീയർ ആവാൻ പോവാണ്. ഇവനാണെങ്കിലോ മറ്റുള്ളവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവനാണ്, ആ ഒന്നിനും കൊള്ളാത്ത ഗ്രൂപ്പിലേക്ക് പോവാണ്. അതുകൊണ്ട് അവനെ വിളിച്ച വാക്കാണ്, മറ്റുള്ളവർ വിളിച്ചതല്ല, ബ്ലാക്ക് ഷീപ്പ് എന്ന്. ആം ഐ എ ബ്ലാക്ക് ഷീപ്പ്, ഞാൻ അങ്ങനെ ആയിപ്പോയോ എന്നവന് തോന്നി. അവനെ ജ്യേഷ്ഠനുമായിട്ട് അവനെ കമ്പയർ ചെയ്തു. ഹി ഈസ് ഗ്രേറ്റ്, ഹി ഈസ് ബിക്കമിങ് എൻ എഞ്ചിനീയർ, ഹി ഈസ് പർസ്യൂയിങ് ഹിസ് എഞ്ചിനീയറിംഗ് ഡിഗ്രി. പക്ഷെ തരുണോ ആൻഡ് ഓൾവേസ് മേഡ് ദാറ്റ് ഫാമിലി പ്രൗഡ്. ഈ ചിന്ത, ഹിസ് എൽഡർ ബ്രദർ ഈസ് ബിക്കമിങ് എൻ എഞ്ചിനീയർ. And that thought made the family proud. അത് ആ കുടുംബത്തെ അഭിമാനം കൊള്ളിച്ചു. Proud, അഭിമാനപളകിതരാക്കി. What about this younger one? പക്ഷെ ഇളയവനെ പറ്റി ചിന്തിക്കുകയാണ്, ഓ കൊള്ളരുതാത്തവൻ, ഗുഡ് ഫോർ നത്തിങ് ഫെലോ, ഒന്നിനും കൊള്ളരുതാത്തവൻ. അത് അവനവൻ വരുത്തി വെക്കുന്ന ഒരവസ്ഥ കൂടിയാണ്. അതാണ് ഈ കുട്ടി വരുത്തി വെച്ചത് ആദ്യം. Never, we don't consider ourselves second or third. നാം നമ്മളെ തന്നെ സെക്കൻഡോ തേർഡോ ആയിട്ട് കണക്കാക്കിയാൽ ഹൗ വി ക്യാൻ ബിക്കം ദ ഫസ്റ്റ് വൺ? ആരാണ് നമ്മളെ ഫസ്റ്റ് ആയിട്ട് കണക്കാക്കുക? ഫസ്റ്റ് വി ഹാവ് ടു കൺസിഡർ അവർസെൽവ്സ് ഫസ്റ്റ്. നാം തന്നെ നമ്മളെ ഒന്നാമനാക്കി എന്നിട്ട് നാം മുന്നേറണം. യെസ്, വി ഹാവ് ടു സേ നെവർ റെഡി ടു ബി ഫെയിൽഡ്. തോൽക്കാനോ തോൽപ്പിക്കപ്പെടാനോ തയ്യാറല്ല എന്ന്. അതാണ് ഒന്നാമത്തെ പാഠത്തിന്റെ മോട്ടിവേഷൻ, നമുക്ക് ഈ ഉൾപ്രേരണ, ഇൻസ്പിറേഷൻ നമുക്ക് നൽകുന്നത്. ആൻഡ് ബട്ട് Tarun was never good at anything like that. But what to say, he was never good in studies, he was never good in learning. പക്ഷെ അവൻ ഒരിക്കലും പഠനത്തിൽ മുന്നോക്കത്താനായിരുന്നില്ല. Not in singing, not in dancing, not in acting, not in drawing, not in any light arts. ലളിത കലകളിൽ പോലും അവൻ ഒന്നാമനായിരുന്നില്ല, ടാലന്റഡ് ആയിരുന്നില്ല. He was only a mediocre one.